നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ സാക്കിർ ഖാനി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസമായി സാക്കിർ ഖാനിയും സംഘവും നമ്മുടെ സുരക്ഷാ സേനയോട് ഏറ്റുമുട്ടുകയാണ്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ മേഖലയിൽ 2 ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എത്തിയ സുരക്ഷാ സേന ഭീകരവിരുദ്ധ തെരച്ചിൽ ആരംഭിച്ചു. ആ തെരച്ചിലിനിടയിലാണ് ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. 4 ദിവസം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് സാക്കിർ ഖാനി കൊല്ലപ്പെട്ടത്. സാക്കിർ ഖാനിയുടെ വെടിയുണ്ടയിൽ പൊതിഞ്ഞ മൃതദേഹമാണ് ഇന്ന് കണ്ടെടുത്തത്. എന്ന് പറഞ്ഞാൽ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഇയാൾ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നുവന്ന് ജമ്മു കാശ്മീരിൻ്റെ നിബിഡ വനാന്തരങ്ങളിൽ ഒളിച്ചിരുന്ന് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പണിയാണ് ഇയാളുടേത്. ലഷ്കറിൻ്റെ മുതിർന്ന കമാൻഡർ. അങ്ങനെയുള്ള കൊടും ഭീകരനെയാണ് ഇന്ന് സുരക്ഷാ സേന വധിച്ചിരിക്കുന്നത്. സുരക്ഷാ സേനയെ വെല്ലുവിളിച്ച സാക്കിർ ഖാനെ പട്ടാളം അരിപ്പയാക്കുകയായിരുന്നു. വെടിയുണ്ട കൊള്ളാൻ ഇനി ശരീരത്തിൽ ഒന്നും ബാക്കിയില്ല എന്ന അവസ്ഥയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ഭീകരന്മാരെ ഇന്ത്യ ഇതിനോടകം തന്നെ വകവരുത്തിയിരുന്നു. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ നടത്തിയ ഭീകരവിരുദ്ധ വേട്ട നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ട വിനോദസഞ്ചാരികളെ വെടിവെച്ച എല്ലാ ഭീകരന്മാരെയും ഇന്ത്യ അന്ന് വകവരുത്തിയിരുന്നു. എന്നാൽ അതിന് ആഹ്വാനം കൊടുത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ, അതിന് നേതൃത്വം കൊടുത്ത ഒട്ടനവധി ഭീകരന്മാരുണ്ട്. ഹഫീസ് സയ്യിദ് അടക്കം ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രധാരനാണ് ഇന്നിപ്പോൾ സക്കീർ ഖാനി എന്ന ഭീകരൻ, അല്ലെങ്കിൽ എന്ന ലഷ്കർ കമാൻഡർ ഇപ്പോൾ ഹൂറിഫൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2019 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370 വകുപ്പ് കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞത്. അതിനുശേഷം കശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള കുറവുണ്ട്. ജമ്മു കാശ്മീർ സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അവിടെ നിന്നും വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകളുടെ കുടുംബാംഗങ്ങൾ പോലും തിരികെ എത്തി. കശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലാകാൻ കാരണം ലഷ്കർ ഇ ത്വയ്ബയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് കശ്മീരിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ്. അവർ പാകിസ്ഥാനിലേക്ക് പിൻവാങ്ങി. പക്ഷേ ഇത്തരം സംഘടനകൾ, പ്രോക്സി സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഇപ്പോഴും ഭീകരവാദം വളർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ കശ്മീരിൻ്റെ ഭൂരിഭാഗം പ്രദേശവും ഇന്ന് ഭീകരമുക്തമാണ്. പക്ഷേ ഭീകരപ്രവർത്തനം കശ്മീരിൻ്റെ മണ്ണിൽ നടക്കുന്നത് നിബിഡ വനങ്ങളിലാണ്. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരന്മാർ ഇപ്പോഴും നിബിഡ വനങ്ങളിൽ താമസിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അവിടെ നിന്നും അവരെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ നിബിഡ വനങ്ങൾ കേന്ദ്രീകരിച്ച് സൈന്യം എപ്പോഴും തിരച്ചിൽ നടത്തുന്നു. വനപ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം വനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരെ ആക്രമിക്കുക, വെടിവെച്ചു കൊല്ലുക, ബോംബ് സ്ഫോടനങ്ങൾ നടത്തുക എന്നിങ്ങനെ ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ 2019 ശേഷവും നടന്നുവരുന്നു. ഇവരെല്ലാം ഇത്തരത്തിൽ വനത്തിൽ നിന്ന് വന്ന് ഭീകരാക്രമണം നടത്തി തിരികെ വനത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരർ നടപ്പാക്കി പോരുന്നത്. അത്തരത്തിലൊരു തന്ത്രമായിരുന്നു പഹൽഗാം ഭീകരാക്രമണവും. മാസങ്ങൾക്ക് മുമ്പ് ഭീകരവാദികൾ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്നു. അതിനുശേഷം അവർ അവിടെ താമസിച്ച് ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാംഗങ്ങൾ പഹൽഗാം എന്ന സ്ഥലം തിരഞ്ഞെടുത്തത്. വളരെ ശാന്തമേറിയ ഒരു ഭൂപ്രദേശമായിരുന്നു പഹൽഗാം. അവിടങ്ങളിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനായി വിനോദസഞ്ചാരികൾ ധാരാളം എത്താറുണ്ടായിരുന്നു. അങ്ങനെ എത്തിയ വിനോദസഞ്ചാരികളിൽ 26 പേരാണ് അന്ന് നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. 26 വിനോദസഞ്ചാരികൾ, 25 വിനോദസഞ്ചാരികളും ഒരു പ്രാദേശിക ഗൈഡും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണം ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ നടുക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാകിസ്ഥാന്റെ നേരിട്ടുള്ള കരങ്ങൾ ഈ ആക്രമണത്തിന് പിന്നിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇന്ത്യ കൃത്യമായി തന്നെ തിരിച്ചറിയുകയും ഇതിൻ്റെ തെളിവുകൾ വളരെ നേരത്തെ തന്നെ ഇന്ത്യ സംഘടിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തിയത്. തൊട്ടടുത്ത മാസം തന്നെ, അതായത് 14-15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ പകരം വീട്ടി.
പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണത്തിന്റെ ആദ്യഘട്ടം ഇന്ത്യ നടത്തിയത്. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ സേനയെയോ പാകിസ്ഥാന്റെ ജനവാസ മേഖലകളെയോ ഇന്ത്യ ലക്ഷ്യം വച്ചില്ല. പകരം 9 ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തെറിഞ്ഞത്. 100-ലധികം ഭീകരവാദികൾ ആ ആക്രമണത്തിൽ മരിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ആക്രമിക്കപ്പെട്ടു. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നും സൈന്യത്തെയോ അതുപോലെ തന്നെ ജനവാസ മേഖലയെയോ ലക്ഷ്യം വച്ചില്ല എന്നും ഇന്ത്യൻ സൈന്യം അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്കൊരുങ്ങി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് പിന്നീട് പ്രയോഗിച്ചത്. എന്നാൽ ഈ ഡ്രോണുകളും മിസൈലുകളും ഒന്നും തന്നെ ലക്ഷ്യം കണ്ടില്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി ഈ ആയുധങ്ങളെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ചാമ്പലാവുകയായിരുന്നു. എന്നാൽ ഇന്ത്യ അതിന് പകരം വീട്ടി. ഇതൊരു വലിയ പ്രകോപനമാണ് പാകിസ്ഥാൻ നടത്തിയത്. തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചു. 11ഓളം വ്യോമതാവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ബ്രഹ്മോസ് അടക്കമുള്ള ശക്തിയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അങ്ങനെ പാകിസ്ഥാൻ വെടിനിർത്തലിന് വേണ്ടി കെഞ്ചി അപേക്ഷിച്ചു. ഒടുവിൽ പാകിസ്ഥാന്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായി. പക്ഷേ ഒരു ഉപാധി വച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ താൽക്കാലികമായി മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ഇന്ത്യക്ക് നേരെ ഇനിയൊരു പഹൽഗാം മോഡൽ ഭീകരാക്രമണം ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം ഘട്ടത്തിന് തുടക്കം കുറിക്കും. ഈ ഒരു നിബന്ധനയോടുകൂടിയാണ് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാകുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്ത്യ പാകിസ്ഥാന് നദീജലം പങ്കുവയ്ക്കുന്ന സിന്ധു നദീജല കരാർ പോലും റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ പാകിസ്ഥാൻ പ്രകടിപ്പിക്കുന്ന പ്രകോപനം, പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിക്കുന്ന അനീതി, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഈ സിന്ധു നദീജല കരാർ അടക്കം റദ്ദാക്കിക്കൊണ്ടാണ് ഇന്ത്യ അതിശക്തമായി പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. 2025 ഡിസംബർ 15-നാണ് ആദ്യ കുറ്റപത്രം ഈ കേസിൽ സമർപ്പിച്ചത്. ഇപ്പോഴിതാ ഒരു അനുബന്ധ കുറ്റപത്രം കൂടി NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ജമ്മു കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-ത്വയ്ബയ്ക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഹഫീസ് സയ്യിദ് എന്ന ലഷ്കർ തലവനെതിരെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിലും പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ ഇടവേളകളിൽ നിർദ്ദേശം നൽകുന്നതിലും ആക്രമണം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നതിലുമെല്ലാം ഈ ലഷ്കർ കമാൻഡറായിട്ടുള്ള അല്ലെങ്കിൽ ലഷ്കർ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിന് പങ്കുണ്ട് എന്ന് കുറ്റപത്രം പറയുന്നുണ്ട്. 2025 ഡിസംബർ 15-ന് നൽകിയ ആദ്യ കുറ്റപത്രത്തിന്റെ ചുവട് പിടിച്ചാണ് വീണ്ടും കുറ്റപത്രം ജമ്മു കോടതിയിൽ നൽകിയിരിക്കുന്നത്. ലഷ്കർ തലവനായിട്ടുള്ള ഹഫീസ് സയ്യിദിനെ കുറ്റപത്രത്തിൽ പ്രധാന കുറ്റവാളിയായി അല്ലെങ്കിൽ പ്രധാന ഭീകരനായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം ISI ഈ ലഷ്കർ പോലെയുള്ള ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. അത്തരമൊരു ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. ലഷ്കറിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം. ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയും അതോടൊപ്പം തന്നെ ലഷ്കർ ഭീകരനായ ഹഫീസ് സയ്യിദുമുണ്ട്. ഹഫീസ് സയ്യിദിനെ വർഷങ്ങളായി ഇന്ത്യ തിരയുന്ന ഒരു ഭീകരനാണ്. ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള, ഇന്ത്യ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ള ഒരു ഭീകരനാണ്. ഈ ഭീകരനെ പാകിസ്ഥാനിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. സാങ്കേതികമായി ഹഫീസ് സയ്യിദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഹഫീസ് സയ്യിദ് ഇരിക്കുന്ന ഇടം എവിടെയാണോ അവിടെ ജയിലായി പരിഗണിക്കുമെന്ന രീതിയിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹഫീസ് സയ്യിദിന് പാകിസ്ഥാനിലുടനീളം സഞ്ചരിക്കാനും ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്താനും റാലികളെ അഭിസംബോധന ചെയ്യാനുമൊക്കെ കഴിയുന്നുണ്ട്. ഇയാളാണ് ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള ആക്രമണങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് നൽകിയത്. ഇനിയും ഭീകരാക്രമണങ്ങൾ ഹഫീസ് സയ്യിദ് ആസൂത്രണം ചെയ്യും ഇന്ത്യക്കെതിരെ എന്നുറപ്പാണ്. ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനായി ലഷ്കർ-ഇ-ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. ഒരേ കമാൻഡിന് കീഴിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനായിരുന്നു 2 ഭീകര സംഘടനകളും തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഈ ഭീകരന്മാർ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു.
പാക് അധീന കശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരുന്നു നേരത്തെയുള്ള പ്രവർത്തനം. ഭീകരാക്രമണങ്ങൾക്ക് മറുപടി എന്നോണം ഇന്ത്യയുടെ ശക്തമായ ആക്രമണം പാക് അധീന കശ്മീരിലേക്ക് ഉണ്ടാകും എന്ന ഒരു നിരീക്ഷണത്തിൽ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകളെല്ലാം ബലൂചിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ പ്രവർത്തന മേഖല മാറ്റിയിരുന്നു. അത്തരത്തിൽ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഷ്കർ ഇ ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു. മാത്രമല്ല, ഈ രണ്ട് സംഘടനകളും കടൽമാർഗം ആക്രമണം നടത്താനായി നാവികസേനയെ വികസിപ്പിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നതാണ്. ഇവർ രണ്ട് സംഘടനകൾക്കും വനിതാ സംഘടനകളും ഇപ്പോൾ രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു വനിതാ സംഘടന ഇന്ത്യക്കെതിരെ വലിയ സ്ഫോടനം ആസൂത്രണം ചെയ്യുകയും അത് പിന്നീട് ദില്ലി സ്ഫോടനത്തിൽ, ചെങ്കോട്ട സ്ഫോടനത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരെ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പഹൽഗാം ഭീകരാക്രമണം എന്നത്. അതിന് കൃത്യമായ മറുപടി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് എങ്കിലും ഭീകരാക്രമണം നടത്തിയ ഭീകരന്മാരെ വകവരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആസൂത്രകന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിലൊരാൾ ജമ്മു കാശ്മീരിലെ നിബിഡ വനങ്ങളിൽ കഴിയുകയായിരുന്നുവെന്ന് നേരത്തെ തന്നെ ഇന്ത്യക്കറിയാമായിരുന്നു. ഇപ്പോൾ അയാളെ സുരക്ഷാ സൈന്യം പിടികൂടിയിരിക്കുന്നുവെന്ന് മാത്രമല്ല, അയാളെ വെടിയുണ്ടകൾ കൊണ്ട് നീരാട്ട് നടത്തി വധിച്ചിരിക്കുന്നു.